ഞാനത് പൂർണിമയെ വിളിച്ച് ചോദിച്ചു. പൂർണിമ ഭാഗ്യരാജായിട്ടുള്ള വിവാഹം എന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പൂർണിമ പറഞ്ഞു, അങ്ങ് വിവാഹമോ? ഞാൻ രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കില്ല എന്തായാലും. മാത്രമല്ല ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ലാതെ അത് നമ്മൾ ഒരു പരിചയമില്ലാത്തതിലും ആക്ഷേപിച്ചു ഒരേ അങ്ങനെ സംഭവമില്ല, വാർത്ത ഫോൾസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും, എന്നാൽ ഈ വാർത്ത ഞാൻ ഫ്ലാഷ് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് നിഷേധിക്കാം. പൂർണിമ ജയറാമും ഭാഗ്യരാജും വിവാഹിതരാകുന്നു. അത് ഞാൻ ന്യൂസ് ഫ്ലാഷ് ചെയ്തു. നിഷേധക്കുറിപ്പ് പൂർണിമ പ്രതികരിച്ചു, ആ വാർത്ത തെറ്റാണ്. ഭാഗ്യരാജ് നിഷേധിച്ചു, ആ വാർത്ത തെറ്റാണ്. അപ്പോൾ ഇതിൽ വേറൊരു സംഭവിച്ചാൽ, ഞങ്ങൾക്ക് ചില നല്ല സുഹൃത്തുക്കൾ തമിഴ് പത്രങ്ങളിലുണ്ടെന്ന് ആലോചിക്കണം. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ അവർ കൊടുക്കും, അവരാദ്യം കൊടുക്കുന്ന സാധനങ്ങൾ ഞങ്ങളെടുത്ത് കൊടുക്കും. അതൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചാൽ, അപ്പോൾ ഞങ്ങൾ ആദ്യം ഫ്ലാഷ് ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് കുഴപ്പമുള്ള കാര്യം വരുന്നത് ഞങ്ങൾ തമിഴ് പത്രങ്ങളിൽ കൊടുക്കും. എന്നിട്ട് ഞങ്ങളിത് മലയാളത്തിലാക്കി കൊടുക്കുമ്പോൾ ഇത് ഇന്ന തമിഴിലെ ഇന്ന വാരികയിൽ നിന്ന് ഇന്ന പത്രത്തിൽ നിന്ന് കടപ്പാടെന്ന് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചിലൊരു കൊടുക്കൽ വാങ്ങൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ വൻ പരസ്യമായി ആലോചിക്കണം. പലരും ചോദിക്കുന്നു, മലയാളത്തിലെ നടീനടന്മാർ ചോദിക്കുന്നു, സംവിധായകർ ചോദിക്കുന്നു, എന്നാണ് ഭാഗ്യരാജ്യമായിട്ടുള്ള വിവാഹമെന്ന് ചോദിക്കുന്നു, അവിടെ നിഷേധിക്കുന്നു. ഞാൻ മമ്മൂട്ടിയോട് പറയുന്നു, സീമയോട് പറയുന്നു. കാരണം ഇവരൊക്കെ പൂർണ്ണിമയായിട്ട് കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണെന്ന് ആലോചിക്കണം.